ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. സീനിയർ വിഭാഗത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന പ്രസംഗമാണിത്. വിശുദ്ധ യോഹന്നാൻ 11:40. നീ വിശ്വസിക്കുമെങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും ബഹുമാനപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഈ വേദിയിൽ എനിക്ക് പ്രസംഗിക്കുവാനായി ലഭിച്ചിരിക്കുന്ന വിഷയം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യം. നീ വിശ്വസിക്കുമെങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ വിഷയത്തെ വിശുദ്ധ വേദപുസ്തകാടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അല്പം ചിന്തിക്കാം. ഈ വചനം ലാസറിൻ്റെ സഹോദരിയായ മാർത്തയോട് യേശു പറയുന്നതാണ്. സഹോദരൻ്റെ വേർപാടിൽ ദുഃഖിതയായിരിക്കുന്ന മാർത്ത കർത്താവിനോട് തന്റെ മനോവിഷമം അറിയിക്കുമ്പോൾ കർത്താവ് അവളോട് ഇങ്ങനെ പറയുന്നു, നീ വിശ്വസിക്കുമെങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ വചനത്തോട് സമാനമായ 11 തിരുവചനങ്ങൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ കാണാവുന്നതാണ്. ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മിൽ കാണപ്പെടണമെങ്കിൽ പ്രിയരെ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. വിശ്വാസം എന്നത് ജീവിതത്തിൽ ഒരു വലിയ ഘടകമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിക്കണമെങ്കിൽ ഓരോ മനുഷ്യനും വിശ്വാസമുള്ളവനായി ഇരിക്കേണ്ടതാണ്. റോമർക്കുള്ള ലേഖനം 4-ാം അധ്യായം 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം പിതാവിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഗ്രഹിക്കാവുന്നതാണ്. 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ അവിശ്വസിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നു. ജീവിതത്തിന് യാതൊരു പ്രത്യാശയും ഇല്ലാതിരുന്ന അബ്രഹാം ദൈവത്തിൻ്റെ വാക്കുകളെ അടിയുറച്ച് വിശ്വസിച്ച് 100 വയസ്സായ അബ്രഹാം ഒരു മകന് വേണ്ടി കാത്തിരിക്കുന്നു. അവൻ്റെ വിശ്വാസം കണ്ട് ദൈവദൂതന്മാർ അവനെ അനുഗ്രഹിച്ച് യാത്രയാകുന്നതും നാം വായിച്ചിട്ടില്ലേ? ജീവിതത്തിൽ ഒരു പ്രശ്നവും പ്രതിസന്ധിയും വരുമ്പോൾ അതിനെ തരണം ചെയ്യാനാകാതെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ചിന്തയ്ക്ക് അനുയോജ്യമായ ഒരു ദൈവവചനമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:40. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പുതിയ നിയമം പഠിക്കുമ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം കർത്താവിൻ്റെ അമ്മയായ കന്യകമർദ്ദമറിയം അമ്മയാണ്. മറിയം ദൈവവചനത്തെ അവിശ്വസിക്കാതെ വിശ്വസിച്ചവളാണ്. ലൂക്കോസിന്റെ പുസ്തകം 1-ാം അധ്യായം 38-ാം വാക്യം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. സുറിയാനി സഭയുടെ പാരമ്പര്യവും ചരിത്രവും പഠിക്കുമ്പോൾ മർത്തശ്മനി അമ്മയും 7 മക്കളും അടങ്ങുന്ന കുടുംബം ഇവിടെ മാതൃകയാണ്. കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവവചനത്തിന് വ്യതിചലനം വരുത്താതെ ജീവിതത്തെ ക്രമീകരിച്ച് രക്തസാക്ഷിയായവർ, ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിച്ചവർ, കൂടാതെ രക്തസാക്ഷികളാൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്ന സുറിയാനി സഭയിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവ മഹത്വത്തെ ദർശിക്കേണ്ടവർ. പരിശുദ്ധ സഭയുടെ പ്രാർത്ഥനകളിൽ അവിശ്വാസിയായ ഒരുവനെ വിശ്വാസിയാക്കുന്നതിനും വിശ്വാസത്തിലേക്ക് തിരിക്കുന്നതിനും നാം കർത്താവിനോട് അപേക്ഷിക്കുന്നുണ്ട്. ഞായറാഴ്ച സന്ധ്യാ നമസ്കാരത്തിൽ ചൊല്ലുന്ന ബൂസോയിൽ നാം ഇങ്ങനെ അപേക്ഷിക്കുന്നു: നിന്നിൽ വിശ്വസിക്കാതെ ഹൃദയാന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് ഞങ്ങൾ പ്രകാശവും ദൃഷ്ടാന്തവും ആയിരിക്കണമേ. കൂടാതെ വിശുദ്ധ കുർബാന ഗീതത്തിൽ നാം ഇങ്ങനെ പാടുന്നു: മൃതരായോരേ നാശം നീക്കി ജീവിപ്പി, ചണിയണം നിന്നെ നോക്കുന്നവരിൽ കാന്തി. അതെ, കർത്താവിൽ വിശ്വസിക്കുന്നവന്
നിത്യമായ രാജ്യവും മഹത്വവും ലഭിക്കുന്നു. ആ ഒരു ബോധ്യത്തോടുകൂടി കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.